7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് ആര്? ഉത്തരം കാമ്യ കാർത്തികേയൻ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായ CR-450 പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ചൈന. മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2025 ആചരിച്ചത്? ഉത്തരം 78ാമത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. കേരളത്തിന്റെ ദുരന്തസാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം? ഉത്തരം കവചം. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി? ഉത്തരം വേനൽ മധുരം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് 2025 ജനുവരിയിൽ അമേരിക്ക പിന്മാറിയത്? ഉത്തരം ലോകാരോഗ്യ സംഘടന. 2025 ജനുവരിയിൽ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവർ ആര്? ഉത്തരം ജിതിൻ വിജയൻ. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? ഉത്തരം ഡി ഗുകേഷ്. മീർക്കാറ്റ് റേഡിയോ ടെലിസ്കോപ്പ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അടുത്തിടെ ബാക്ടീരിയ വികസിപ്പിച്ച സ്ഥാപനം? ഉത്തരം IIT ബോംബെ. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി? ഉത്തരം ISRO. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിനു വേദിയായത്? ഉത്തരം ബേപ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. 2025 ജനുവരിയിൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ഉത്തരം കാനഡ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത്? ഉത്തരം സിക്കിം. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതി? ഉത്തരം ജീനോം ഇന്ത്യ. നെപ്റ്റ്യൂൺ മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഉത്തരം ഉക്രെയിൻ. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന? ഉത്തരം ലോകബാങ്ക്. ലോകത്ത് ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ സസ്യാഹാരിയായ ഏക ചിലന്തി? ബഗീര കിപ്ലിംഗി. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 4ാമത്. ടൈം മാഗസിന്റെ വിമൻ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരി ആര്? ഉത്തരം പൂർണിമ ദേവി ബർമൻ. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെ? ഉത്തരം കൊല്ലം. വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIIT കോട്ടയം വികസിപ്പിച്ച ഡ്രോൺ ഏത്? ഉത്തരം അസ്ത്ര V1. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷൻ? ഉത്തരം KRFM. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം തുൾസി, ഛത്തീസ്ഗഡ്. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ഏത്? ഉത്തരം നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? ഉത്തരം സുനിത വില്യംസ്. ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം? ഉത്തരം ഇൻഡോർ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം? ഉത്തരം ഹിമാനികളുടെ സംരക്ഷണം. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത 2ാമത്തെ സ്വകാര്യ പേടകം? ഉത്തരം ബ്ലൂ ഗോസ്റ്റ് പേടകം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം ഏത്? ഉത്തരം പാമ്പൻ പാലം. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം?
ഉത്തരം ഇന്ത്യ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. ഉത്തരം ഇന്ത്യ. കേരളത്തിലെ ആദ്യ വി-പാർക്ക് നിലവിൽ വന്ന ജില്ല ഏത്? ഉത്തരം കൊല്ലം. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം നടപ്പാക്കുന്ന മന്ത്രാലയം. ഉത്തരം ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത്. ഉത്തരം പൂനെ. റെയിൽവേ ട്രാക്കിലെ അപകടം ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ദോസ്ത്. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എവിടെ? ഉത്തരം കൊച്ചി. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. 2025 മെയ്യിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് എവിടെ? ഉത്തരം ലക്നൗ, ഉത്തർപ്രദേശ്. ജക്കാർത്തയിൽ നിന്ന് ഏത് നഗരത്തിലേക്കാണ് ഇന്തോനേഷ്യ തലസ്ഥാനം മാറ്റുന്നത്? ഉത്തരം നുസാന്തര. സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. ഉത്തരം ഓപ്പറേഷൻ സുതാര്യത. ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് റെയിൽവേ വിജയകരമായി നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണം. ഉത്തരം ജനാസു തുരങ്കം. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം കേരളം. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇ-മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത്. ഉത്തരം ഡെൻമാർക്ക്. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത്. ഉത്തരം ഗോവ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനമാരംഭിച്ചത് എവിടെ? ഉത്തരം കൊച്ചി. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ആറളം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ശുഭാംശു ശുക്ല. ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏത്? ഉത്തരം ഭാർഗവാസ്ത്ര. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ. ഉത്തരം റേഡിയോ നെല്ലിക്ക. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? ഉത്തരം 600.15 കിലോമീറ്റർ. 2025 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയ ഗുജറാത്തിലെ പ്രദേശം ഏത്? ഉത്തരം കച്ച്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല ഏത്? ഉത്തരം കൊല്ലം. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച കമ്പനി ഏത്? ഉത്തരം സ്റ്റാർലിങ്ക്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം. ഉത്തരം ചെനാബ് പാലം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം ഏത്? ഉത്തരം നോണി ബ്രിഡ്ജ്, മണിപ്പൂർ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.